പത്തനംതിട്ടയിൽ ആഭരണങ്ങൾ കവരുകയും വീടിന് തീയിടുകയും ചെയ്ത സംഭവത്തിൽ വഴിത്തിരിവുണ്ടാവുകയാണ്. മോഷണവും അതിക്രമവും നടത്തിയത് ഓൺലൈൻ ആപ്പുകൾ വഴി നേടിയ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി. പോലീസുകാരന്റെ ഭാര്യയായ പ്രതിക്ക് 40 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. പത്തനംതിട്ട കീഴ്വായ്പൂരിൽ വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം. കോയിപ്പുറം സ്റ്റേഷനിലെ പോലീസുകാരന്റെ ഭാര്യയാണ് 28-കാരി സുമയ്യ. ഓൺലൈൻ ട്രേഡിംഗിൽ ഏറെക്കാലമായി ഇവർ സജീവമായിരുന്നു. എന്നാൽ വിപണി ഇടപാടുകൾ 40 ലക്ഷം രൂപ നഷ്ടം വരുത്തി. ഇത് നികത്താൻ ഓൺലൈൻ ആപ്പുകളിൽ നിന്നും വായ്പ നേടി. എന്നിട്ടും നഷ്ടം നികത്തില്ല. ഇതോടെ സമീപവാസി ആശാപ്രവർത്തകയെ സമീപിച്ചു. പണം കടം ചോദിച്ചു. നൽകാതെ വന്നപ്പോൾ കെട്ടിയിട്ട് ആഭരണങ്ങൾ പിടിച്ചു വാങ്ങി. ശേഷം വീടിനടക്കം തീയിട്ടു. 2.5 പവന്റെ സ്വർണ്ണമാലയും ഓരോ പവൻ വീതം തൂക്കം വരുന്ന 3 വളവുകളുമാണ് സുമയ്യ തട്ടിയെടുത്തത്. ഇവരുടെ ഓഹരി ഇടപാടുകളും സാമ്പത്തിക ബാധ്യതയും ഭർത്താവായ പോലീസുകാരന് അറിയില്ലായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരുടെ മാലയും വളയും മറ്റും കവർന്ന ഒരു സംഭവമുണ്ട്. അത് ഈ ഓൺലൈൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ ട്രേഡിങ്, അതുമാതിരിയുള്ള ലോൺ ആപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ പ്രതി ഇൻവോൾവ് ആയിട്ടുള്ളത്. തീപ്പൊള്ളലേറ്റ ലതാകുമാരിയുടെ മൊഴി ആദ്യം പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. വിശദമായ തെളിവെടുപ്പിൽ പറഞ്ഞതെല്ലാം കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇവരുടെ വീടിന് സമീപത്ത് പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്ന സുമയ്യയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കൊല്ലം സ്വദേശിനിയായ സുമയ്യയ്ക്ക് 2 മക്കളുണ്ട്. ഇളയ കുഞ്ഞിന്റെ പ്രായം 6 മാസമാണ്. അതേസമയം പൊള്ളലേറ്റ 61-കാരി ലതാകുമാരി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.